യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അനുദിന ജീവിത ബലിയർപ്പണമാണ്. അനുദിനം നാം വിശുദ്ധ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് കടന്നു പോകുമ്പോഴും ഒട്ടനവധി നേർച്ച കാഴ്ചകളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചിട്ടും കൂദാശകൾ ചെയ്തു തീർത്തിട്ടും നോയമ്പുകൾ ഒക്കെ നോക്കിയിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതം ഒരഭിഷേകമാകുന്നില്ല, ഒരനുഗ്രഹമാകുന്നില്ല എന്ന് പരിതപിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏത് ജീവിത ദൗത്യമാണോ ആ ജീവിത ദൗത്യം യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കുവാനും സഹിക്കുവാനുള്ള സന്നദ്ധതയാണ് ബലിയർപ്പണം. തങ്ങളിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളും താലന്തുകളും ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ താലന്തുകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രതിനിധി പ്രകാശിപ്പിക്കാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെന്ന് നാം തിരിച്ചറിയണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി സജ്ജീകരിക്കുന്നതിനും വേണ്ടിയാണ് യേശുക്രിസ്തു തന്നെ ബലിയായി പിതാവായ ദൈവത്തിന് നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തന്നെ ബലിയായി കൊടുത്തതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണവും അനുദിന ജീവിത സമർപ്പണവും ഒക്കെ ഒരു ബലിയായി പിതാവായ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന മനോഭാവങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിവസ്തുവായി നമുക്ക് കൊടുക്കാൻ തന്നെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത, അതാണ് ബലിയർപ്പണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഒട്ടനവധി നേർച്ച കാഴ്ചകളും സമർപ്പണവും ഒക്കെ നമ്മൾ ജീവിതത്തിൽ നടത്തിയിട്ടും ഒരു കൃപയും ഒരു അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വിലപിക്കുന്നവരാണ് നമ്മളിലേറെ പേരും. ഇവിടെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏത് ഉത്തരവാദിത്തമാണോ അത് വേണ്ടവണ്ണം നിർവഹിക്കുകയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന ജോലി, പ്രധാന ഉത്തരവാദിത്തം. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവിൻ, നന്ദി പ്രകാശിപ്പിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നാം ഈ വചനഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാറുണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടോ? സന്തോഷത്തോടെയാണോ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട അവസരങ്ങളാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് ഓരോ ക്രൈസ്തവൻ്റെ വിളിയും ദൗത്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശിൻ്റെ വിളിയോട് ചേർത്ത് സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനം. ആ സമർപ്പണ മനോഭാവം അനുദിനം നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു പ്രയത്നത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നല്ല ഒരു മുന്തിരിത്തോട്ടം ദൈവം നമ്മെ ഭാരമേൽപ്പിച്ചു. മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചവനോടും ഫലം അന്വേഷിച്ച് വരുന്നവനോടും നീതി പുലർത്താൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരവസ്ഥ എന്ന് നാം കാണണം. പ്രതിനിധി പ്രകാശിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു ത്രാസെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ നിറവുകളും മറ്റേ തട്ടിൽ ജീവിതത്തിൻ്റെ കുറവുകളും നമുക്ക് വെച്ച് തൂക്കി നോക്കിയാൽ ഏത് തട്ടുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കനം കൂടി നിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. ഏവർക്കും പറയാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ തട്ടാണ് ഉയർന്നു നിൽക്കുന്നത്, കനം കൂടി നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഈ ദാനങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടും പ്രതിനിധി പ്രകാശിപ്പിക്കാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരവസ്ഥ. നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ കേട്ടുതരംഭിച്ച വചനങ്ങളാണ് നാം ഒട്ടനവധി കേട്ടുതരംഭിച്ച വചനങ്ങൾ. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ സവിധേ വന്ന് ഇപ്രകാരം ഈശോയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സൗഖ്യം വേണമെന്ന്. ഈശോ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. പോകും വഴി അവർ 10 പേര് സൗഖ്യപ്പെട്ടതായി നാം വചനത്തിൽ പഠിക്കുന്നുണ്ട്. തിരികെ ഒരു വിജാതീയനായ ഒരുവൻ തിരികെ വന്ന് യേശുവിൻ്റെ സവിധയെ നന്ദി പറയുന്നതായി നാം വചന ഭാഗം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ബധിരനും സംസാരശേഷിയില്ലാത്തവനുമായ ഒരുവൻ യേശുവിൻ്റെ സവിധേ വന്ന് യേശുവിനോട് സൗഖ്യം വേണമെന്ന് യാചിച്ചു. യേശു അവനോട് ഒരു ഡിമാൻഡ് ആവശ്യപ്പെട്ടു: നീ ഇത് ആരോടും പറയരുത്. അവനോട് വളരെ തീക്ഷ്ണമായി ഈശോ വിലക്കി, നീ ഇത് ആരോടും പറയരുത്. എന്നാൽ അവന് കിട്ടിയ സൗഖ്യം
വഴിയോരങ്ങളിൽ കണ്ടു നിന്നവരോടും എല്ലാവരോടും അവൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ വചനഭാഗത്തോട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പ്രതിനിധിയും ഒക്കെ ഒന്ന് ചിന്തിച്ച് താതാത്മ്യപ്പെടുത്തി നോക്കുമ്പോൾ നാം ഇവരിൽ ആരാണ് എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. പ്രതിനിധി പ്രകാശിപ്പിക്കാൻ കഴിയാതെ പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം, തിരിച്ചു വരാം. പുതിയൊരു സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ എന്ന് ദൈവത്തോട് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിനിധി പ്രകാശിപ്പിക്കുന്ന ഒരു മകളായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. വിശ്വാസ ജീവിതത്തിലേക്ക് നടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം. ആ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും ഒക്കെ മാറ്റിപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന ഒരു സമീപന രീതി, ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ കൂദാശകളും ബലിയർപ്പണവും നേർച്ച കാഴ്ചകളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതും ഒക്കെ. ഇതിനോട് നാം താതാത്മ്യപ്പെടുന്നുണ്ടോ? ഇതിനോട് നാം ജീവിതത്തെ പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. നമ്മുടെ ബലിയർപ്പണത്തെക്കുറിച്ച് നാം ഇവിടെ കണ്ടുവച്ചു. അനുദിനം ഞാൻ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് കടന്നു പോകുമ്പോഴും പഴയ നിയമ ചരിത്രവും പുതിയ നിയമ ചരിത്രവും എടുത്ത് പരിശോധിക്കുമ്പോൾ പഴയ നിയമ ചരിത്രത്തിൽ നമുക്കറിയാം, ആദ്യമായി ബലിയർപ്പിച്ചവർ കായനും ആബേലും. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഊനമറ്റത്തിനെ എടുത്ത് അവൻ പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചു. എന്നാൽ വിശ്വാസത്തോടെ കായൻ ബലിയർപ്പിച്ചില്ല. ഇവിടെ ബലി ദൈവത്തിന് സ്വീകാര്യമായില്ല. കായൻ്റെ ബലി, ആബേലിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായി. ഈ പ്രീതികരമാകാൻ കാരണം എന്താണ് എന്ന് നാം പരിശോധിക്കണം. വിശ്വാസത്തോടെ അവൻ ബലിയർപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണ് അവൻ ദൈവത്തിന് പ്രീതികരമായി ബലിയർപ്പിക്കാൻ കഴിഞ്ഞത്. എന്ത് വിശ്വാസമായിരുന്നു അവനുണ്ടായിരുന്നത്? വരാനിരിക്കുന്ന ഒരു രക്ഷകൻ ലോകത്തെ രക്ഷിക്കാൻ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലൂടെ കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഊനമറ്റതിനെ എടുത്ത് അവൻ ബലിയർപ്പിച്ചത്. ഈ ബലിയർപ്പണ മനോഭാവമാണോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്നത്? ഊനമറ്റതിനെ ദൈവം നൽകിയിട്ടുള്ള ഒട്ടനവധി താലന്തുകളും നന്മകളും സമ്പന്നതകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ജീവിതത്തിൽ ഊനമറ്റതിനെ എടുത്ത് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കായൻ വിശ്വാസത്തോടെ ബലിയർപ്പിച്ചില്ല. വരാനൊരു രക്ഷകനുണ്ടെന്ന് അവൻ വിശ്വസിച്ചില്ല. ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിച്ച ആബേലിനെ പോലെ, ആബേലിൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണം ഏതുമാകാം, ഏത് തരത്തിലുള്ള ബലി ആകാം. വിശുദ്ധ കുർബാന മാത്രമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കുവാനും സഹിക്കുവാനുള്ള സന്നദ്ധതയാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അബ്രാഹവും ഇസാക്കും ബലിയർപ്പിച്ച ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. അബ്രാഹം തൻ്റെ മകനെയും കൂട്ടി മോറിയ മലമുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മകൻ ചോദിച്ചു, പിതാവേ, ബലിമൃഗം എവിടെ? ഒരാശങ്കയോ ഒരസ്വസ്ഥതയോ പിതാവായ അബ്രാഹം പ്രകടിപ്പിച്ചില്ല. പിതാവായ ദൈവം തരുമെന്ന വലിയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന മറുപടിയാണ് അവൻ മകന് നൽകിയത്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, നമുക്ക് മാതൃകയാക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രാഹം എത്തരത്തിലുള്ള മാതൃകയാണ്, എത്തരത്തിലുള്ള മറുപടിയാണ് തൻ്റെ മകന് മറുപടിയായി കൊടുത്തത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ മണൽത്തരികൾ പോലെയും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുന്ന വാഗ്ദാനം നിലനിൽക്കെ തന്നെയാണ് തൻ്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ പിതാവായ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത്. ഒരു പിറുപിറുപ്പും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല, ഒരു വിഷമവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല, ഒരു ദുഃഖമോ ദുരിതമോ വേദനയോ അവനും അസ്വസ്ഥതയോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒരു പിറുപിറുപ്പും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. തനിക്ക് കിട്ടിയ ഏകമകനെ, 100-ാം വയസ്സിൽ കിട്ടിയ ഏകമകനെ അവൻ പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാശങ്കയോ ഒരു പ്രതികൂലമായ സാഹചര്യമോ അവന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവൻ പിതാവിന് ബലിയർപ്പിച്ചു. ഇവിടെ ആരുടെ മനോഭാവമാണ് നമ്മുടെ ബലിയർപ്പണ മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. അബ്രാഹാം ഇപ്രകാരം ചിന്തിച്ചു. മരിച്ചവരിൽ നിന്ന് ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകമകനെ ബലിയർപ്പിക്കാനായി അവൻ പിതാവായ ദൈവത്തിന് വിട്ടുകൊടുത്തത്. മരിച്ചവർക്ക് അസ്തിത്വവും ജീവനില്ലാത്തവർക്ക് ജീവനും നൽകുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ മുന്നിലാണ് അവൻ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി അവൻ തൻ്റെ ഏകമകനെ ഒരു അസ്വസ്ഥതയോ ആശങ്കയോ ഒന്നും കൂടാതെ പിതാവായ ദൈവത്തിന് ബലിയർപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണം നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം കാണിച്ചിരുന്ന അതേ മാതൃകയാണോ നമ്മൾ കൈമുതലായി അടുത്ത തലമുറകളിലേക്ക് നെഞ്ചിലേറ്റി കൊടുക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ട സമയമാണിത്. നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും ഈ ബലിയർപ്പണ മനോഭാവം പ്രാധാന്യത്തോടെ പഠിപ്പിക്കേണ്ടതുണ്ട്.
ഊനമറ്റതിനെ ബലിയർപ്പിക്കാൻ, ഒരു ചുളിവോ ഒരു അംഗവൈകല്യമോ ഇല്ലാതെ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് വരേണ്ടവരാണ് നമ്മുടെ യുവതി യുവാക്കളും കുഞ്ഞുമക്കളും. ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെല്ലാം, മുതിർന്നവർ, അൽമായർ, വൈദികർ, സന്യസ്തരൊക്കെ നേരത്തെ തന്നെ ബലിയർപ്പിച്ചു. എന്നാൽ ബലിയർപ്പിക്കാനായി കടന്നു വരുന്ന യുവതലമുറ നമുക്ക് മുന്നിലുണ്ട്. അവർക്ക് വേണ്ടി ഈ വിശ്വാസ തീക്ഷ്ണത കൈമാറിക്കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നാൽ തലമുറകൾ അവജയത്തിലേക്കും നിത്യനാശത്തിലേക്കും അനാഥത്വത്തിലേക്കും കടന്നു പോകും. അതിനുള്ള വലിയ പരിപൂർണ ഉത്തരവാദിത്തമാണ് പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മളെ ഓരോരുത്തരിലേക്കും നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ നിത്യനാശത്തിലേക്കും നിത്യ അന്ധകാരത്തിലേക്കും കടന്നു പോകുന്നു എന്ന് നാം ചിന്തിക്കണം, പരിശോധിക്കണം. യുവജനങ്ങളെ സംബന്ധിച്ച് ബലിപീഠത്തെങ്കിലും ബലിയർപ്പിക്കാൻ കടന്നു വരണം. എപ്പോൾ വിവാഹ അവസരത്തിൽ അല്ലെങ്കിൽ വൈദിക അന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബലിപീഠത്തെങ്കിൽ ശുഭവസ്ത്രധാരിയായി കടന്നു വരുമ്പോൾ, ഊനമറ്റത്തിനെ ബലിയർപ്പിക്കാൻ പിതാവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, ഊനമറ്റത്തിനെ ബലിയർപ്പിക്കാതെ അസ്വസ്ഥതയോടെ ആകുലതയോടെ ബലിപീഠത്തെങ്കിൽ കടന്നു വരുമ്പോൾ, കുടുംബ ജീവിതമാകാം, സന്യസ്ത ജീവിതമാകാം, വൈദിക ജീവിതമാകാം, ഏത് ജീവിതമാകട്ടെ, പ്രീതികരമായ ഊനമറ്റത്തിനെ അംഗവൈകല്യമില്ലാതെ ബലിയർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമേറിയ കാര്യം. യുവജനങ്ങൾ, യുവതി യുവാക്കൾ കടന്നു വരുമ്പോൾ ശരീരഭാഗങ്ങളെല്ലാം വളരെ വിശുദ്ധിയോടെ, മരിയ കുര്യത്തെ പോലെ ശുദ്ധതയോടെ, ഒരു അംഗവൈകല്യവും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ അവയവങ്ങൾ പരിപൂർണ വിശുദ്ധിയോടെ ദൈവത്തിന് പ്രീതികരമായി ബലിയർപ്പിക്കാൻ കഴിയണം. ആ ബലി ദൈവത്തിന് പ്രീതികരമാകും. ആ ബലിയിലൂടെ വലിയ സമ്പന്നതയാണ് ദൈവം നമുക്ക് നൽകുന്നത്. 3 സമ്പന്നത ദൈവം നമുക്ക് നൽകുക. ഒന്ന്, വില കൊടുത്താൽ ലഭിക്കില്ലാത്ത, ആരാലും ചോദിച്ചാൽ ലഭിക്കത്തില്ലാത്ത പിതാവായ ദൈവം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വലിയ 3 സമ്പന്നത. 1 സമാധാനം, 2 സന്തോഷം, 3 സംതൃപ്തി. ഇത് മറ്റെവിടെ ചെന്നാലും നമുക്ക് ലഭ്യമല്ല. മറിച്ച് പിതാവായ ദൈവത്തിന് പ്രീതികരമായ ഊനമറ്റതിനെ അംഗവൈകല്യമുള്ളതിനെ ബലിയർപ്പിച്ചാൽ ലഭിക്കുന്ന വലിയ സമ്പന്നത. ആ സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മക്കളെയും തലമുറകളെയും പോറ്റി വളർത്തുന്നത്. ഭൗതിക സമ്പന്നതകൾ എത്രയുണ്ടെങ്കിലും അതൊന്നും ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഒരു സംതൃപ്തിയോ ആത്മനിർവൃതിയോ നിത്യജീവനോ നമുക്ക് പ്രദാനം ചെയ്യുന്നില്ല. നമ്മുടെ മക്കളിലേക്ക് ഈ കഠിനാധ്വാനവും ദൈവാശ്രയ ബോധവും ദൈവഭയവും കടത്തിവിടാനുള്ള പരിപൂർണ ഉത്തരവാദിത്തം നമ്മിലാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഒരു പടി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് നാം പരിശോധിക്കണം. ഇവിടെ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏത് ജീവിത ദൗത്യമാണോ ആ ജീവിത ദൗത്യം യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കുക. പ്രിയമുള്ളവരൊരിക്കൽ സിയോൻ ധ്യാനമന്ദിരത്തിലേക്ക് ഒരു നേഴ്സ് ധ്യാനത്തിനായി കടന്നു വരികയുണ്ടായി. അവിടെ ആദ്യത്തെ 3 ദിനങ്ങൾ അവൾക്ക് സ്വസ്ഥമായി ധ്യാനം കൂടാൻ കഴിഞ്ഞില്ല. അവസാന ദിവസം അവൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി: എൻ്റെ ജീവിതത്തിൽ അനുദിന ജീവിത ബലിയർപ്പണത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നപ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും മദർ തെരേസയെ പോലെ സമ്പൂർണ്ണമായ ഒരു ശുശ്രൂഷ മനോഭാവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാൻ കരയേറ്റാൻ, എൻ്റെ നെഞ്ചിലേറ്റാൻ എനിക്ക് കരഗതമായി എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അവളുടെ മേലധികാരികളെ അവൾക്ക് അംഗീകരിക്കുവാനോ രോഗികളോട് വേണ്ടവനും ശുശ്രൂഷ ചെയ്യുവാനോ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ധ്യാനത്തിൽ അവൾ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വലിയ മനോഭാവം അവളിലേക്ക് കരയേറിയപ്പോൾ അവൾ പുതു സൃഷ്ടിയായി. അവളുടെ ജീവിതവും കുഞ്ഞുമക്കളും തലമുറകളും ഇന്ന് അഭിഷേകപൂർണ്ണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ, രോഗിയാകാം, മറ്റേത് ജോലി സ്ഥലങ്ങളിലായിരുന്നാലും അവിടെയൊക്കെ ദുഃഖദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും യേശുവിൻ്റെ കുരിശ് വഹിക്കാനുള്ള സന്നദ്ധതയാണ് പരമപ്രധാനം. നാമൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാറുണ്ട്. വലിയ സമ്പന്നത ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ആ സമ്പന്നതയ്ക്ക് മുന്നിലൊന്നും ദൈവത്തെ മാറോട് ചേർക്കാറില്ല. കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ പ്രതിനിധി പ്രകാശിപ്പിക്കാതെ കടന്നു പോകുന്ന ഒരു സമീപന രീതി. അങ്ങനെ പുതിയ നിയമ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതിയ ചരിത്ര ഭാഗങ്ങളിൽ, ബൈബിൾ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പത്രോസും യൂദാസും കൂടെ നടന്ന സന്തത സഹചാരിയായിരുന്ന 2 പേർ. യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റപ്പെടുത്ത യൂദാസ്. പത്രോസ് ഈശോയെ അനവധി 3 തവണ തള്ളിപ്പറഞ്ഞിട്ടും അവൻ തിരികെ വന്ന് പശ്ചാത്തപിച്ച് സഭയുടെ നായകനായി ഇന്ന് വിശുദ്ധനായി സഭ വണങ്ങപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. അവൻ നിത്യനാശത്തിലേക്കും നിത്യ നരകത്തിലേക്കും കടന്നുപോയി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ആരുടെ മനോഭാവമാണ് ഞാൻ എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിൽ, പ്രായോഗിക തലത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈ മനോഭാവം മാറ്റിമറിക്കലാണ്, പുതിയതായി ട്യൂൺ ചെയ്യലാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണം. പത്രോസിനെ പോലെ സഭയുടെ നായകനായി നമ്മുടെ കുടുംബങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും
ഏത് തലങ്ങളിലായിരിക്കാം, അവിടെയൊക്കെ നമ്മൾ പിന്തള്ളപ്പെട്ടവരായിരിക്കാം. അവിടെയൊക്കെ തിരികെ വന്ന് പത്രോസിനെ പോലെ ഒരു നിമിഷം പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന പത്രോസ് സഭയുടെ നായകനായതുപോലെ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വെല്ലുവിളികളിൽ നിന്നും പിറുപിറുപ്പിൽ നിന്നും നമ്മളെ തള്ളിപ്പറയുമ്പോഴൊക്കെ സഭയുടെയും കുടുംബത്തിൻ്റെയും നായകനായി നിന്നെ മുടിച്ചുകൂടി നിർത്താൻ പര്യാപ്തനായ ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നാം കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്നത്. പത്രോസിനെ പോലെ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ നായകനാക്കും, നിന്നെ ഞാൻ വിലയുള്ളവനാക്കും, മാറ്റപ്പെടുമെന്ന് പറയുമ്പോൾ ആ മനോഭാവം നമുക്കും ഹൃദയത്തിലേക്ക് നെഞ്ചിലേറ്റാം. ഇങ്ങനെ സുവിശേഷങ്ങളിൽ നമുക്ക് ഒട്ടനവധി ബലിയർപ്പണ മനോഭാവത്തെക്കുറിച്ച് നമുക്കറിയാം. യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് ഇരുവശങ്ങളിലായി കുരിശിക്കപ്പെട്ട രണ്ട് വ്യക്തികളെ നമുക്ക് പരിചിതരാണ്. ഇടതുവശത്ത് കടന്ന കള്ളൻ പിറുപിറുത്തു, ഈശോയ്ക്കെതിരെയും തന്നെ തന്നെയും രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ വലതുവശത്ത് കടന്ന കള്ളൻ ഒരു പിറുപിറുപ്പും അവൻ്റെ ജീവിതത്തിലില്ല. തനിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു എന്ന് അവൻ പറയുമ്പോഴും പശ്ചാത്തപിവശയായ ഒരു പ്രാർത്ഥന അവനെ പറുദീസയിലേക്ക് യേശുവിൻ്റെ കൂടെ ആനയിക്കപ്പെടുകയാണ്. അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്നുള്ള പശ്ചാത്തപിവശയായ ഒരു പ്രാർത്ഥന അവനെ പറുദീസയിലെ നിത്യജീവനിലേക്ക് അവനെ കരയേറ്റി. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണവുമായി നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ആരുടെ മനോഭാവമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളാകട്ടെ യേശുവിൻ്റെ കുരിശിയോട് ബലിയോട് ചേർത്ത് സമർപ്പിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല, ദൈവത്തെ ബഹുമാനിക്കുന്നതിന് വേണ്ടി. കൊളോസ്യരുടെ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുക: ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരിക്കുവിൻ. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. എല്ലാ കാര്യങ്ങളും ഹൃദയ പരമാർത്ഥത്തോടെ ചെയ്യുവിൻ. കർത്താവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷാ മനോഭാവം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള മനോഭാവം നമുക്ക് നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള വലിയ ബോധ്യവും ആഴമായ വിശ്വാസവും കഠിനാധ്വാനവും നമ്മളിലൂടെ മൂലമാകണം. പ്രിയമുള്ളവരെ, തീത്തോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: യേശുക്രിസ്തു എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുമ്പോഴും ആ തിന്മകൾക്ക് അതീതനായി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സമ്പന്നതയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് 3 അനുഗ്രഹങ്ങൾ നൽകുകയാണ്. ഒന്ന്, ബലം പ്രയോഗിക്കാത്ത ശക്തി; വീഞ്ഞു കുടിക്കാതെയുള്ള ലഹരി; മരണമില്ലാത്ത ജീവിതം. ഈ ത്രിവിധ അനുഗ്രഹങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നിറവേറുമ്പോൾ 3 ഉത്തരവാദിത്തങ്ങൾ കൂടി ദൈവം നമ്മിലേക്ക് നൽകുകയാണ്. ഒന്ന്, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിത്യജീവനിലേക്ക് നമ്മെ തന്നെ, നമ്മുടെ ആത്മാവിനെ സന്നിവേശിപ്പിക്കണം. മറ്റൊന്ന്, കൂടെയുള്ളവരുടെ ആത്മാവിനെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. 3, സഭയെ പടുത്തുയർത്തണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഭയെ പടുത്തുയർത്തുന്നുണ്ടോ? നമ്മുടെ സ്വാർത്ഥപരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒത്ത കൊട്ടളങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും വലിയ സ്വപ്ന കൊട്ടാരങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും നാം അയഥാർത്ഥമായ ഒരു സ്വപ്ന കൊട്ടാരമാണ് കെട്ടിപ്പടുക്കുന്നതെന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ വിശ്വസ്തയോടെ ബലിയർപ്പിക്കുന്ന ഒരു മകനായി നമുക്ക് വളരാൻ ദൈവം നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. അർപ്പിക്കുന്നവൻ്റെ ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് നാം ഓരോ പ്രഭാതത്തിലും അർപ്പിക്കുന്നത്. ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയും നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ വലിയ സമ്പന്നത നൽകുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ തൻ്റെ സമ്പത്ത് മുഴുവൻ വർഷിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് യാചനകളും പ്രാർത്ഥനകളും നേർച്ചകാഴ്ചകളും നമ്മൾ സമർപ്പിക്കുന്നത്. ഈ നേർച്ചകാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് നൽകുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കലല്ല, ദൈവത്തിന് മുമ്പിൽ അപേക്ഷ വയ്ക്കലല്ല. പ്രാർത്ഥനാ സമം ജോലിക്ക് ഹാജരാവലാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏത് ജോലിയാണോ അത് യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കുക. പ്രാർത്ഥനാ സമം പ്രവൃത്തി എന്നാക്കി നമ്മുടെ അനുദിന ജീവിതത്തെ മാറ്റുമ്പോൾ വലിയ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് മുടിച്ചുകൂടി നിർത്തുകയാണ്. ദിവ്യകാരുണ്യത്തോട് മർദ്യ ശരീരങ്ങളെ യേശു ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തി വഴി നമ്മുടെ മർത്യ ശരീരത്തെ അവിടുത്തെ അമർത്തിയ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വലിയ കാരുണ്യമാണ്, വലിയ ശക്തി സ്രോതസ്സാണ്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തി വഴി നമ്മുടെ മർത്യ ശരീരം അവിടുത്തെ അമർത്തിയ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുക. വിശുദ്ധ ഇഗ്നേഷ്യസ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: ഞാനൊരു ഗോതമ്പ് മണിയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് അത് കുഴയ്ക്കുന്നവൻ്റെയും പൊടിക്കുന്നവൻ്റെയും ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ മാത്രമേ അത് ബലിപീഠത്തെങ്കിൽ ദിവ്യകാരുണ്യമായി കടന്നു വരൂ എന്ന്. ഇതുപോലെ
പൊടിക്കുന്നവൻ്റെയും കുഴയ്ക്കുന്നവൻ്റെയും ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു ചിന്താധാര ദൈവം നമ്മിലേക്ക് നിക്ഷേപിക്കുകയാണ് ഈ സമയങ്ങളിൽ. ആ സമയത്തോട്, ആ ദൈവ കൃപയോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപാവരത്തിനായി നമുക്ക് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. സുബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സുബോധമുള്ളവരായി ദൈവത്തിൻ്റെ കൃപയോടും കാരുണ്യത്തോടും ചേർന്ന് നിൽക്കണം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം നമ്മിലേക്ക് നമ്മുടെ മർത്യ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിൻ്റെ ആസ്വാദനമാണ് ഓരോ ദീപബലിയും. ആ ദീപബലിയിൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ അവിടുത്തെ അമർത്യ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുകയാണ്. രക്തസാക്ഷികളുടെ ചുടുനീളം വീണ ഒരു സഭയുടെ വക്താക്കളാണ്, സഭയുടെ പിന്നണികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സഭയെ പടുത്തുയർത്തേണ്ട വലിയ ഉത്തരവാദിത്തം നമ്മിൽ നിക്ഷിപ്തമാകുമ്പോൾ നാം മാറി നടക്കുകയാണ്. നമ്മുടെ ഭൗതിക സമ്പന്നതകൾക്ക് മുന്നാലെ നാം മാറി നിൽക്കുകയാണ്. ഈ സമ്പത്തുകളൊക്കെ വളരെ ദുർബലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ സമ്പത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ അല്ല സമർപ്പിക്കേണ്ടത്. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, സിറിയൻ കോപ്റ്റിക്ക് യുവാക്കൾ രക്തസാക്ഷ്യത്തിൻ്റെ മുമ്പിലും ഒരു പിറുപിറുപ്പും കൂടിയില്ല. അവർ 19 പേരെ യുവാക്കളെയും കണ്ടം ശിരച്ഛേദിച്ചപ്പോഴും 20-ാമത്തവനും അവൻ അതരങ്ങളിൽ യേശുവിനെ നാഥനും രക്ഷകനുമായി ദൈവത്തെ സ്തുതിക്കുന്നത് നാം മീഡിയയിലൂടെ കണ്ടതാണ്. ഇതുപോലെ രക്തസാക്ഷ്യത്തിൻ്റെ മുമ്പിലും ഒരു പതറാതെ ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കുവാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എല്ലാ തിരമാലകളും കെട്ടടങ്ങിയിട്ട്, എല്ലാ ജീവിതാവസ്ഥകളും സ്വച്ഛമായിട്ട് ഞാൻ ബലിയർപ്പിക്കാം, ദൈവത്തിൻ്റെ മാത്രം ജോലി ചെയ്യാം, സഭയോട് ചേർന്ന് നിൽക്കാമെന്ന നമ്മുടെ വ്യാമോഹത്തെ മാറ്റി നിർത്തി ദൈവം നൽകുന്ന സമ്പന്നതയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എളിമയോടെ വ്യാപരിക്കുവാൻ, തിരയൊടുങ്ങിയിട്ട് കപ്പലിറക്കാമെന്നുള്ള വ്യാമോഹം നമുക്ക് വേണ്ട. മറിച്ച് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കരുത്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, കൂദാശകൾ അർപ്പിക്കുന്നത്, ബലിയർപ്പിക്കുന്നത്. ഈ ബലി നമ്മൾ തന്നെ ബലിയായി സമർപ്പിച്ചതുപോലെ, യേശു തന്നെ തന്നെ ബലിയായി പിതാവായി ദൈവത്തിന് സമർപ്പിച്ചതുപോലെ ഒരു ബലിയർപ്പണ മനോഭാവം നമ്മളിലും നമ്മുടെ കുഞ്ഞുമക്കളിലും തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു ചുവടുമാറ്റം നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏത് വഴിയിലാകട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലാകട്ടെ, ജഡിക താല്പര്യങ്ങളിലും ഭൗതിക സുഖങ്ങളിലും ഒക്കെ നാം മുഴുകി ജീവിച്ചപ്പോഴും ഇപ്പോൾ ഒരു ചുവടുമാറ്റം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ വചനത്തോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നുള്ള ഒരു ചുവടുമാറ്റത്തിന് വേണ്ടി ദൈവം നമ്മിലോട് ആവശ്യപ്പെടുകയാണ്. ഈ ചുവടുമാറ്റമാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിനെ നെടുംതൂണാക്കി വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഈ ഒരു വിശ്വാസം നമുക്ക് കൈമുതലായി ദൈവം നൽകുകയാണ്. ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ ഒരു അതീവ തൽപരനായ തീക്ഷ്ണതയുള്ള ഒരു ശില്പി രാജാവും ഉണ്ടായിരുന്നു. ശില്പി ഇപ്രകാരം ചിന്തിച്ചു: ഞാൻ അനവധി വർഷങ്ങളായി എൻ്റെ രാജാവിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ വേണ്ട വിധമുള്ള പ്രോത്സാഹനമോ സമ്മാനമോ ഒന്നും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രാജാവ് നൽകിയില്ല എന്ന് അവൻ പരാതിപ്പെട്ടു. ഒരിക്കൽ രാജാവ് നീണ്ട യാത്രയ്ക്ക് പുറപ്പെടും മുമ്പ് അവനെ വിളിച്ച് മന്ത്രിമന്ദിരത്തിന് തെക്കേ അറ്റത്തുള്ള സ്ഥലത്ത് നീ നല്ലൊരു മന്ത്രിമന്ദിരം പണിയണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു. അവനെ ആകെ അസ്വസ്ഥനായി. അവനെ അതിന് ആവശ്യമുള്ള എല്ലാ പണവും സമ്പത്തും സാധന സാമഗ്രികളും മുഴുവൻ അവനെ ഭാരം ഏൽപ്പിച്ചിട്ട് രാജാവ് നീണ്ട യാത്രയ്ക്ക് പുറപ്പെട്ടു. കഥ ചുരുക്കി പറഞ്ഞാൽ, രാജാവ് തിരികെ വന്ന് അവനോട് രാജകൊട്ടാരത്തിൻ്റെ താൽക്കാൽ ആവശ്യപ്പെട്ടു. അവൻ പോകുന്ന ആ ദിനം തൊട്ട് അതിൻ്റെ അവസാന നിമിഷം വരെ അവൻ ആത്മാർത്ഥതയുടെ ആ കൊട്ടാരം പണിയിൽ വ്യാപൃതനായിരുന്നില്ല. അവന് ആകെ അസ്വസ്ഥനായി. ഇത്രയും കാലം ഞാൻ എൻ്റെ ആത്മാർത്ഥതയോടെ എൻ്റെ രാജാവിന് വേണ്ടി സേവിച്ചിട്ട് എനിക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല എന്ന പരിതാപപൂർണമായ അവൻ്റെ വിലപിക്കൽ അവനെ ആകെ അസ്വസ്ഥനാക്കി. ഇവിടെ നമ്മളും ഒട്ടനവധി കൊട്ടാരങ്ങൾ കെട്ടിപ്പടുക്കാൻ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. ഈ കൊട്ടാരം നല്ലൊരു മുന്തിരിത്തോട്ടം കെട്ടിപ്പണിയാൻ പണിതുയർത്താൻ നമ്മളെ ഈ സഭയിലേക്ക്, ഈ രാജ്യത്തേക്ക്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി നമ്മെ വിട്ടിട്ട് നാം കെട്ടിപ്പണിയുന്നത് സ്വപ്ന കൊട്ടാരങ്ങളാണ്, ചില്ല് കൊട്ടാരങ്ങളാണ്. തിരികെ വന്ന രാജാവ് അവനോട് താക്കോൽ ആവശ്യപ്പെട്ടു. താക്കോലുമായി കടന്നു വന്നപ്പോൾ അവൻ ആകെ അസ്വസ്ഥനായി കണ്ടത് രാജാവ് ശ്രദ്ധിച്ചു. രാജന് മുമ്പിൽ താക്കോൽ നൽകിയിട്ട് അവൻ തിരികെ നടന്നു. രാജാവ് ആകെ അസ്വസ്ഥനായി. ഇത്രയും ആത്മാർത്ഥതയോടെ ഞാൻ ഇവന് വേണ്ടതൊക്കെ ചെയ്തിട്ടും ഇവന് എന്നോട് ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്ന് രാജാവ് ചിന്തിച്ചു. രാജാവ് അവനെ തിരികെ വിളിച്ച് ഈ താക്കോൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്നു മുതൽ നീയാണ് ആ നല്ല രമ്യകർമ്മങ്ങളിൽ മന്ത്രിമന്ദിരങ്ങളിൽ കഴിയേണ്ടത്. ഇത്രയും കാലം നീ എൻ്റെ കൂടെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ജോലി നോക്കി. ഇനി നിന് വിശ്രമിക്കണം. മക്കളും ജീവിത പങ്കാളിയും ഒക്കെയായി. അവൻ ആകെ ആശങ്കുലനായി. ഞാൻ അതിൻ്റെ അടി മുതൽ മേൽക്കൂര വരെയുള്ള ഒരു ഭാഗവും അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വേണ്ടവണ്ണം നിർവഹിക്കാണ്ട്
അത് ഏത് കാറ്റിലും കോടിലും തകർന്നടിയാവുന്ന ഒരു കെട്ടിടം അവൻ പണിതുയർത്തു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ സത്ത എന്താണെന്ന്, സാരാംശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെയും നല്ല ഒരു രാജകൊട്ടാരം പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ച് ആനയിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, മറ്റുള്ളവർക്ക് ദൈവരാജ്യം പകർത്തപ്പെടാനായിട്ട്, ആ പകർത്തപ്പെടലിന് വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യണം. ദൈവാശ്രയ ബോധത്തോടു കൂടി ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയർപ്പിക്കുന്ന മകളായി അടുത്ത തലമുറകളെ മാറ്റണം. ഈ ഒരു വലിയ ഉദ്യമം നമ്മുടെ മുന്നിൽ ദൈവം നൽകിയിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം പ്രകാശം വിരിച്ചുകൊണ്ട്, നമ്മെ അനുഗ്രഹം നിറച്ചുകൊണ്ട് നിരന്തരം നമ്മെ മാറോട് ചേർത്ത് നിൽക്കുമ്പോഴും നാം അന്ധകാരത്തിൻ്റെ വഴിയാണോ ചുവടുറപ്പിക്കുന്നത്, അതോ പ്രകാശത്തിൻ്റെ നിത്യ സഹായകനായ, നിത്യ രക്ഷകനായ യേശു ക്രിസ്തുവിലാണോ നമ്മുടെ അഭയം എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 5-ാം വാക്യം. നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലേക്ക് നൽകുകയാണ്. അവർണ്ണനീയമായ ദാനങ്ങൾ കൊണ്ട് മഹത്തരമാക്കുക നിന്റെ ജീവിതങ്ങളെ. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ഒക്കെയും നൽകി നമ്മളെ പരിപാലിക്കുമ്പോഴും, ഉള്ളങ്ങളിൽ കാത്തു പരിപാലിക്കുമ്പോഴും അവസ്മരണീയമായ, വിസ്മരണീയമായ, വിവരിക്കാൻ പറ്റാത്തത്ര ഒരു വലിയ കർത്തവ്യവും അനുഗ്രഹവും നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം പകർത്തപ്പെടുകയാണ്. അതിലുള്ള അനുഗ്രഹത്തിനായി ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആദരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മകനായി ദൈവമേ എന്നെ മാറ്റണമേ എന്നുള്ള വലിയ പ്രാർത്ഥന ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം.